ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോ? ഇതാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം എല്ലാവരും വീട്ടിൽ കിടക്കണം, വെറുതെ പറിച്ച് കളയല്ലേ. അത് നമ്മളിങ്ങനെ ജ്യൂസ് ആക്കി കുടിക്കണം. അതാണ് നിങ്ങളുടെ എനർജിക്ക്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാണ്ടേ. ഇതിൻ്റെ ഇതാണ് ഇത് നമ്മുടെ വീട്ടിൽ അപ്പൂപ്പന്മാരൊക്കെ കാണും. അവർക്കൊക്കെ ഇത് കൊടുക്കാൻ നല്ലതാണ്. അവരുടെ എനർജി ആവും, അവരുടെ ശരീരം നന്നാവും. അതുകൊണ്ടാണ് ഈ ശംഖുപുഷ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കൂടെ പറയട്ടെ. അത് നല്ല ചൂട് വെള്ളത്തിൽ നമ്മൾ ശംഖുപുഷ്പത്തിന് ഇടും. എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും പിന്നെ കുറച്ച് ഷുഗർ എന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. കുറച്ച് പഞ്ചസാര കുറച്ച് ഷുഗറൊക്കെ ഉള്ളവർക്ക് പഞ്ചസാര ഇടണ്ട. ജസ്റ്റ് ഒന്ന് കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞ് അങ്ങ് കൊടുത്താൽ മതി, ചൂടാക്കി കുറച്ച്. ഇതാണ് നമ്മളിത് ഉണ്ടാക്കി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുക. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുത്തു. എങ്ങനെയൊക്കെയാണ് കുറേ നാരങ്ങയാണ് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ കാലിലാണ് ഇവിടെ കൊണ്ടിട്ടേക്കണ കസാല. ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഇതിൻ്റെ അഭിപ്രായം പറയാം. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇപ്പൊ ഇത് പർപ്പിൾ ആയിരിക്കും അമ്മ. ഇപ്പൊ അമ്മ ഇതിലോട്ടില്ല, നാരങ്ങ നീരും കൂടെ ഒഴിച്ചപ്പോ മാജിക് വന്ന് ഇത് പർപ്പിൾ ആയി ശരിക്കും. ഇത് പക്ഷെ ഇതിലേന്നു. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കുടിക്കണേ. നിങ്ങളുടെ അപ്പൂമ്മമാരൊക്കെ വീട്ടിലുള്ളവർ